ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഓ ടേസ്റ്റി ടേൽസ്. ഓ ടേസ്റ്റി ടേൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ള കുക്കർ മട്ടൻ കറിയാണ്. ഓക്കെ, മട്ടൻ കറി ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കിയാൽ ശരിയായില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഓക്കെ, നമ്മുടെ കുക്കറിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മട്ടൻ കറിയൊക്കെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, പിന്നെ വറ്റൽമുളക്, പിന്നെ കറിവേപ്പില അതൊക്കെ ഇട്ട് ഫസ്റ്റ് സോട്ട് ചെയ്യുക. അതിനുശേഷം സവാള, കൊച്ചുള്ളി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ പച്ചമുളക് അതൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി വന്നാൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സോ അത് മൂടി വെച്ചിട്ട് വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഉള്ളി നന്നായിട്ട് വാടി നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ വാട്ടിയെടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മസാലകളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഞാൻ ലിമിറ്റഡ് സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വളരെ കുറച്ച് മസാലകൾ വെച്ചിട്ട് ഈസി ആയിട്ടൊരു കറി, അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, പെപ്പർ, പിന്നെ കറി മസാല. ആകെ ഇത്ര പൊടികൾ മാത്രമേ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. ഓക്കെ, ഇതെല്ലാം ആയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. പൊടിയെല്ലാം നല്ല മൂത്ത് വന്നതിന് ശേഷം തക്കാളി ഇടുക. അത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. തക്കാളി എല്ലാം നന്നായിട്ട് തക്കാളി മാക്സിമം വെന്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മട്ടൻ ചേർക്കാൻ പാടുള്ളൂ. ഓക്കെ, മട്ടനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇവിടെ ഞാനിപ്പം 500 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഈസി ആയിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം 500 മാത്രമായിട്ട് എടുത്തുള്ളൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാം. ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളിയുടെ ക്വാണ്ടിറ്റിയും മസാലപ്പൊടിയുടെ ക്വാണ്ടിറ്റിയും ഒക്കെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം, അതെല്ലാം ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, സോ മട്ടൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉപ്പ് നമ്മൾ ഏത് ഡിഷസ് ഉണ്ടാക്കിയാലും ഉപ്പെന്ന് പറഞ്ഞൊരു മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് ഞാൻ ഉപ്പിൻ്റെ ഇതൊന്നും ഒരു വീഡിയോയിലും അങ്ങനെ മെയിനായിട്ട് കാണിക്കാറില്ല. പിന്നെ പറഞ്ഞ പോലെ പെപ്പറും മസാലപ്പൊടിയൊക്കെ ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്, ഈ മട്ടൻ കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ഓക്കെ, ഞാനത് കുറച്ച് ബൗളിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ആ മട്ടനിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം കൂടി ഇറങ്ങും. സോ അത് വെച്ചിട്ട് നമ്മുടെ കുക്കർ അടയ്ക്കുക. എന്നിട്ട് നോർമലി ഞാൻ എല്ലാ മീറ്റിനും 2 വലിയ വിസിലും 2 ചെറിയ വിസിലും മാത്രമേ കേൾപ്പിക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കുക്കായി വരാറുണ്ട്. സോ ഇതിലും അങ്ങനെ തന്നെയാണ്. 2 വലിയ വിസിലും 2 ചെറിയ വിസിലും കേട്ടിട്ടുണ്ട്. മട്ടൺ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഓ ടേസ്റ്റി ടേൽസ്. താങ്ക് യു സോ മച്ച്.